കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി വായിക്കുന്നു. ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ഈ വാക്യങ്ങൾ അനുഗ്രഹീതമാണ്. നമ്മൾ യോബിൻ്റെ പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായം, ഇന്ന് 42-ാമത്തെ അധ്യായം എന്ന് വിശേഷിപ്പിക്കുന്ന ഭാഗം, യോബിന് ദൈവം നഷ്ടമായെന്ന് ചിന്തിച്ച സകല നന്മകളും തിരികെ കൊടുക്കുന്ന, നഷ്ടപ്പെട്ടതെന്ന് മനുഷ്യർ, ലോകം, സാഹചര്യം വിധി എഴുതിയ മേഖലകൾ തിരികെ നൽകുന്ന ഒരു അധ്യായമാണ് യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം. അപ്പോൾ അതിനകത്ത് യോബിൻ്റെ ചില തിരിച്ചറിവുകളെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പ്രത്യേകിച്ച് ദൈവത്തെക്കുറിച്ചുള്ള യോബിൻ്റെ തിരിച്ചറിവിനെയാണ് 42-ന്റെ 5-ൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ഇങ്ങനെ പറയും, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ ഞാൻ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. അപ്പം കേൾവി, കാഴ്ച, ആ വാക്കുകൾ രണ്ടിൻ്റെയും വ്യത്യാസങ്ങൾക്ക് വളരെ അന്തരമുണ്ട്. സ്തോത്രം. വളരെ ഡിസ്റ്റൻസ് ഉള്ളൊരു വാക്കാണത്. അപ്പം കേൾക്കുക എന്ന് പറയുന്നത് പല കേൾവികളെ നമുക്കറിയാം, അല്ലേ? പ്രത്യേകിച്ച് ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, കേട്ടറിവെന്ന് പറയുന്നത് ഒരുപക്ഷെ മറ്റുള്ള പലരിൽ നിന്നാകാം. ഇനി രണ്ടാമത് തിരുവചനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ദൈവത്തെക്കുറിച്ചുള്ള അറിവുകളുണ്ട്. പക്ഷേ അങ്ങനെ യോബിൻ്റെ കാലത്ത് കേട്ടറിവെന്നാണ്, അല്ലേ? നിന്നെക്കുറിച്ച് ഞാനൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ ഞാൻ നിന്നെ കാണുന്നു. എപ്പോൾ ഞാൻ നിന്നെ കാണുന്നു? അപ്പോൾ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫേസ് ടു ഫേസായി നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ കേട്ട് ഒരാളിനെ അറിയുന്നതിനേക്കാൾ കൂടുതൽ ആഴമാണ് കണ്ട് നമ്മൾ ഒരാളിനെ അറിയുക എന്നുള്ളത്. സ്തോത്രം. പ്രത്യേകിച്ച് യോബ് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷേ ഇപ്പോൾ ഞാൻ നിന്നെ കാണുകയാണ്. അപ്പോൾ ദൈവത്തെ യോബിന് കാണാൻ കഴിഞ്ഞത് എങ്ങനെയാണ് യോബ് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് യോബ് വരാൻ കാരണമായത്? അത് യോബിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്ന കഷ്ടതയാണ്. നീതിമാനായിരുന്നിട്ട്, യഹോവ ഭക്തനായിരുന്നിട്ട്, നേരുള്ളവനായിരുന്നിട്ട്, ദോഷം വിട്ടകലുന്നവനായിരുന്നിട്ട് ഒരു മനുഷ്യനെ സഹിക്കാവുന്നതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിലുള്ള കഷ്ടതകൾ, സ്തോത്രം, യോബിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് ഒരു വാക്കുകൊണ്ടുപോലും ലംഘനം ചെയ്യാതെ, സ്തോത്രം, കുറ്റം പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്ന സ്നേഹിതന്മാരെല്ലാവരും കുറ്റാരോപിതരായിട്ട് മാറുമ്പോൾ പോലും അവർക്കെതിരെ പറയാതെ, നീ എന്നെ ശോധന ചെയ്തു കൊള്ളുക, ഞാൻ പൊന്നിനെ പോലെ പുറത്തു വരും, എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ദൈവത്തെ കാണും, അന്യൻ്റെ കണ്ണുകൊണ്ടല്ല എന്നുള്ള തിരിച്ചറിവുകളിലേക്ക് വന്നൊരു ദൈവമനുഷ്യനായിരുന്നു യോബ് എന്ന ദൈവമനുഷ്യൻ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിലുള്ള കഷ്ടതകൾ, ഞെരുക്കങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഓർക്കുക, അത് ദൈവത്തോട് നമ്മളെ അടുപ്പിക്കുകയാണ്. കേട്ടറിവിൽ നിന്ന് നേരിട്ട് അനുഭവിക്കുന്ന ഒരു തലത്തിലേക്ക് മാറുകയാണ്. സ്തോത്രം. യോഹന്നാൻ അപ്പോസ്തലനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. എഫെസോസിൻ്റെ മണ്ണിൽ കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതനായിരിക്കുമ്പോൾ കൊല്ലുവാൻ നോക്കുന്ന മേഖലകൾക്കകത്ത് നിന്ന് ദൈവം യോഹന്നാനെ വിടുവിക്കുകയാണ്. എന്നിട്ട് അവനെ നാടുകടത്തുന്ന ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. പത്മോസിൻ്റെ ഏകാന്തതയിലേക്ക് അവന് നാടുകടത്തപ്പെടുമ്പോൾ അന്നുണ്ടായിരുന്ന ചക്രവർത്തി അവനെ ഒതുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ ചെയ്തതാണ്. പക്ഷേ തിരുവചനം വ്യക്തമായി പറയുന്നു, സ്വർഗം അവന് വേണ്ടി തുറക്കുവാനിടയായി. വെളിപ്പാടെന്ന പുതിയ നിയമ പ്രവചന പുസ്തകത്തിൽ വാതിൽ തുറക്കപ്പെടുന്നത് യോഹന്നാൻ എന്ന ദൈവത്തിൻ്റെ അപ്പോസ്തലൻ പത്മോസിൻ്റെ ഏകാന്തതയിൽ കടന്നപ്പോഴാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, പത്മോസ് എന്ന് പറയുന്നത് കഷ്ടതയാണ്, ഞെരുക്കമാണ്, പ്രയാസമാണ്, വേദനയാണ്, ഒറ്റപ്പെടലാണ്, നിന്ദയാണ്, ആക്ഷേപമാണ്, പരിഹാസമാണ്. ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതിലപ്പുറം വേദന പത്മോസിനകത്തുണ്ട്. പക്ഷേ അവിടെയാണ് സ്വർഗത്തിൻ്റെ കിളിവാതിൽ ദൈവം യോഹന്നാന് വേണ്ടി തുറക്കുവാൻ തക്കവണ്ണം ഇടവന്നതെങ്കിൽ, എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവം ചിലത് നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. അതുകൊണ്ട് കഷ്ടതകൾ തളർന്നു പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുക. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇടവരും. കർത്താവ് അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചിറകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളെ കൊണ്ട് നിറയ്ക്കും. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.